ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഭദ്രകാളി അഷ്ടകം പ്രധാനമായും പാർവതീദേവിയുടെ കാളീ സ്വരൂപത്തെ വർണ്ണിക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്കിലും ഇടക്ക് മഹാദേവന്റെ മകളുടെ സ്ഥാനത്ത് വരുന്ന ഭദ്രകാളിയുടെ ദാരിക വധവും ഇവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിലും കൂടുതലും പാർവതീദേവിയുടെ, അതായത് ഭാര്യാസ്ഥാനത്തുള്ള ദേവിയുടെ കാളീ സ്വരൂപത്തെ വർണ്ണിക്കുന്നതായിട്ടാണ് അർത്ഥം പറയുമ്പോൾ മനസ്സിലാകുന്നത്. ഒന്നാമത്തെ ശ്ലോകം ശ്രീമത് ശങ്കര പാണി പല്ലവ കിരത് ലോലംബം ആലോലസൽ മാലാലോല കലാപ കാള കബരീഭാരാവലി ഭാസുരീം കാരുണ്യാമൃത വാരിരാശി ലഹരി പീയൂഷ വർഷാവലീം ബാലാംബാം ലളിത അളകാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ. ആദ്യത്തെ ശ്ലോകത്തിൽ ദേവിയുടെ കറുത്തിരുണ്ട മുടിയിഴകളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ആ മുടിയിഴകൾ മഹാദേവൻ താലോലിക്കാറുണ്ട്. അതാണ് ശ്രീമത് ശങ്കര പാണിപല്ലവം. നല്ല തളിരിലകൾ പോലെയുള്ള മഹാദേവന്റെ കൈകളാൽ ലാളിക്കപ്പെടുന്ന ഇടതൂർന്ന മുടി, അതിൽ ലോലംബം കരിവണ്ടുകൾ ആലോല്ലസ അങ്ങനെ ഇളകിക്കളിക്കുന്നു. കാരണം നല്ല സുഗന്ധമുള്ള മാലാലോല കലാപം, ഒരുപാട് സുഗന്ധമുള്ള പൂക്കൾ ചൂടിയിട്ടുണ്ട്. അതിനാൽ ഈ കറുത്തിരുണ്ട വണ്ടുകളൊക്കെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കാൻ വേണ്ടി വരുന്നതുകൊണ്ട് അതിനാലും വിളങ്ങുന്ന കാള കബരീഭാരാവലി ഭാസുരീം, നല്ല കറുത്തിരുണ്ട മുടിയിഴകൾ, അതിനാൽ പ്രകാശമാനമായിരിക്കുന്ന ആ ദേവി കാരുണ്യാമൃതവാരിരാശി ലഹരി പീയൂഷ വർഷാവലിയും, തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് കാരുണ്യമാകുന്ന അമൃതത്തെ പൊഴിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിലെ ആ വേദനകളെ അകറ്റുന്ന ദേവിയാണ് ബാലാംബാം, ബാലന്റെ അമ്മയായ. ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയെ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ആ സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്മയായി വിളങ്ങുന്ന ലളിത അളകാം, മനോഹരമായ കുറുനിരകളോടുകൂടിയ ആ ദേവിയെ ശ്രീഭദ്രകാളിയും അനുദിനം ഭജേ, എല്ലാ ദിവസവും ഞാൻ ഭജിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം ഹേലാധാരിത ദാരിക അസുരശിര ശ്രീവീരപാണ ഉന്മദ ശ്രേണീശോണിത ശോണിമ അധരപുടീം വീടീരസാസ്വാദിനീം പാട്ടീരാദിസുഗന്ധി ചൂചുകതടീം ചാട്ടീകുടീരസ്തനീം ഘോടീവൃന്ദസമാനധാടിയുയുധീം ശ്രീഭദ്രകാളീം ഭജേ. ഇവിടെയാണ് ദാരിക അസുരന്റെ ശിരസിനെ കേലാദാരിതം, ഒരു കളി പോലെ നുള്ളിയെടുത്തു. തന്റെ ശ്രീവീരപാണി, വീരപാണി കൊണ്ട് ആ അസുരന്റെ ശിരസ് നുള്ളിയെടുത്തിട്ട് ഉന്മത്തയായിട്ട് ആ ശോണിത ശ്രേണി, കുടുകുടെ ഒഴുകുന്ന ചോര കുടിച്ചതിനാൽ അല്ലെങ്കിലേ ചുവപ്പായ ദേവിയുടെ ശോണിമ അധരപുടി, നല്ല ചുവന്ന ആ ചുണ്ടുകൾ ഒന്നുകൂടെ ചുവന്നു. ദാരികാസുരന്റെ ശിരസിൽ നിന്ന് ഉതിർന്നു വീണ ചോര കുടിച്ചതിനാൽ അതൊന്നുകൂടെ ചുവന്നു. ഇതുകൂടാതെ ദേവി എന്നും വീടീരസാസ്വാദിനിയും, നല്ല താമ്പൂലം ചവച്ചിട്ട് അങ്ങനെയും കൂടെയാണ് ദേവിയുടെ ചുണ്ട് ഇങ്ങനെ ചുവപ്പ് നിറമായിരിക്കുന്നത്. ഇനി ദേവി തന്റെ സ്തനങ്ങളിൽ സുഗന്ധമുള്ള നല്ല ലേപനങ്ങൾ പുരട്ടാറുണ്ട്. അതാണ് പാടീരാതി സുഗന്ധി ചൂചുകതടിയും ചാട്ടീകുടീരസ്തനീം, നല്ല സാരി കൊണ്ട് മറച്ച ആ സ്തനഭാഗങ്ങൾ ഒരു കുടീരം പോലെ തോന്നുന്നു. അതുപോലെ ദേവി യുദ്ധക്കളത്തിൽ ഘോടീവൃന്ദ സമാനം, പെൺകുതിരയുടെ ആ കലിപ്പോടുകൂടെ, ആ ഒരു ശൗര്യത്തോടുകൂടെ യുയുധീം, യുദ്ധം ചെയ്യുന്ന ശ്രീഭദ്രകാളീം ഭജേ. മൂന്നാമത്തെ ശ്ലോകം ബാലാർക്ക അയുത കോടി ഭാസുര കിരീട ആമുക്ത മുദ്ഗ അളക ശ്രേണീ നിന്ദിത വാസിക അമരു സരോജാകാഞ്ചല ഉരുശ്രിയം വീണാവാദന കൗശലാശയ
ശയശ്രീ ആനന്ദസന്ദായിനീം അംബാം അംബുജലോചനാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ. ഇവിടെയും ദേവിയുടെ മുടിയെ വർണ്ണിക്കുന്നു. അളകങ്ങൾ, അതായത് കുറുനിരകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. എന്നാൽ അതിനെ മൂടിയിട്ടെന്നതുപോലെ ദേവിയുടെ കിരീടം, നല്ല മുത്തുമണികളൊക്കെ പിടിപ്പിച്ച ആ കിരീടം ബാലാർക്ക അയുത കോടി ഭാസുരം, ഉദിച്ചുയരുന്ന 10,000 സൂര്യന്മാരുടെ കോടി ഭാസുരം, അത്രയും പ്രകാശിക്കുന്ന കിരീടമാണ്. ആ കിരീടം അങ്ങനെ അങ്ങ് മൂടിയ ശിരസിൽ അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ അളകങ്ങൾ പകുതിയെ കാണുന്നുള്ളൂ. എങ്കിലും മനോഹരമായ ആ അളകശ്രേണി അമരു സരോജ കാഞ്ചലം, ദേവലോകത്ത് വിടരുന്ന നല്ല മനോഹരമായ താമരപ്പൂവിൻ്റെ ഉരുശ്രിയം, അത്യധികമായ ആ മഹത്വത്തെ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രഭയെ പോലും നിന്ദിക്കുന്നു എന്ന് വെച്ചാൽ അതിലും ശ്രേഷ്ഠമായ മനോഹരമായ ദേവിയുടെ ആ അളക സൗന്ദര്യത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. താമര ഇതളുകൾ പോലെ മനോഹരമായ അളകങ്ങൾ, അങ്ങനെ സുന്ദരിയായിട്ടുള്ള ആ ദേവി വീണാവാദന കൗശലാശയ ശയശ്രീ ആനന്ദസന്ദായിനിയും, വീണ വായിക്കുന്നതിൽ അതിവിദഗ്ധയായ ദേവി ആ വായനയിലൂടെ എല്ലാ ഭക്തർക്കും ആനന്ദത്തെ സമ്മാനിക്കുന്നു. അങ്ങനെയുള്ള അംബാം അംബുജലോചനാം, താമരക്കണ്ണുള്ള ദേവിയെ അനുദിനം ഭജേ, അങ്ങനെയുള്ള ശ്രീഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു. 4-ാമത്തെ ശ്ലോകം. മാതംഗശ്രുതിഭൂഷിണീം മധുധരീ വാണീ സുധാമോഷിണീം ഭ്രൂവിക്ഷേപ കടാക്ഷ വീക്ഷണ വിസർഗക്ഷേമ സംഹാരിണീം മാതംഗീം മഹിഷാസുരപ്രമഥിനീം മാധുര്യധുര്യാകര ശ്രീകാര ഉത്തരപാണി പങ്കജപുടീം ശ്രീഭദ്രകാളീം ഭജേ. മാതംഗശ്രുതിഭൂഷിണീം, മതംഗ മഹർഷിയാൽ ചൊല്ലപ്പെടുന്ന വേദവാക്യങ്ങളെ തൻ്റെ ചെവിക്ക് അലങ്കാരമായിട്ട് വെക്കുന്ന, അതായത് മഹർഷിയുടെ മകളായിട്ട് ജനിച്ച മാതംഗീ ദേവിയെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ മഹർഷിയുടെ വാക്കുകൾ തൻ്റെ ചെവിക്ക് അലങ്കാരമാക്കി വെച്ച് ഇനി ദേവിയുടെ വാക്കുകൾ മധുധരീവാണി, മധുപൊഴിയുന്ന വാക്കുകൾ, സുധാമോഷിണിയും, യഥാർത്ഥ അമൃതിനെ തോൽപ്പിക്കും, ലജ്ജിപ്പിക്കും. ഇനി ദേവിയുടെ ഭ്രൂവിക്ഷേപമാണ്. ഭ്രൂവിക്ഷേപ കടാക്ഷ വീക്ഷണം ഇവിടുത്തെ വിസർഗക്ഷേമ സംഹാരിണിയും. ദേവി ഒന്ന് കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും കഴിഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള മാതംഗീ ദേവി മഹിഷാസുരനെ വധിച്ചവളാണ്. ആ ദേവിയുടെ ശ്രീകാര ഉത്തരം, ഐശ്വര്യത്തെ സമ്മാനിക്കുന്ന പാണിപങ്കജപുടീം, നല്ല മനോഹരമായ താമര ഇതളുകൾ പോലെ, മനോഹരമായ തളിരിലകൾ പോലെയുള്ള ആ കൈത്തലങ്ങൾ തൻ്റെ ഭക്തന്മാർക്ക് മാധുര്യധുര്യാകരം, മധുരക്കനിയാണ്. ദേവിയെ ആശ്രയിക്കുന്നവർക്ക് എന്നും ജീവിതത്തിൽ മധുരമാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ശ്രീഭദ്രകാളീം ഭജേ. 5-ാമത്തെ ശ്ലോകം. മാതംഗാനന ബാഹുലേയ ജനനീം മാതംഗ സംഗാമിനീം ചേതോഹാരി തനുച്ഛവീം ശഫരികാ ചക്ഷുഷ്മതീം അംബികാം ജൃംഭത് പ്രൗഢി നിസുംഭ സുംഭമധിനീം അംഭോജഭൂപൂജിതാം സമ്പത് സന്തതിദായിനീം ഹൃദി സദാ ശ്രീഭദ്രകാളീം ഭജേ. മാതംഗാനനം, ആനയുടെ മുഖമുള്ള ഗണപതിയുടെയും അതുപോലെ ബാഹുലേയ ജനനി സുബ്രഹ്മണ്യസ്വാമിയുടെയും അമ്മയായ മാതംഗ സംഗാമിനി, ആനയുടെ നടത്തം പോലെ ഗജഗാമിനി, സുന്ദരിയായ ഒരു സ്ത്രീയുടെ നടത്തത്തെ വർണ്ണിക്കുന്നതാണ് ഗജഗാമിനി. അങ്ങനെ ആ ആനയുടെ ഗാംഭീര്യത്തോടുകൂടെ നടക്കുന്നവളും ചേതോഹാരി തനുച്ഛവീം, അതിസുന്ദരമായ ശരീരവടിവോടുകൂടിയവളും ശഫരികാ ചക്ഷുഷ്മതീം, നല്ല മീനിന്റെ ആകൃതിയിലുള്ള കണ്ണുകൾ ഉള്ളവളും അംബികാം, എല്ലാവരുടെയും അമ്മയായിരിക്കുന്ന ആ ദേവി
ജൃംഭത് പ്രൗഢി നിശുംഭ ശുംഭമധിനീം. തൻ്റെ ആ മഹാത്മ്യം കൊണ്ട് ശുംഭനിശുംഭന്മാരെ വധിച്ചവളാണ്. അംഭോജഭൂ പൂജിതാം. അംഭോജഭൂ എന്നാൽ താമരയിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെടുന്ന ആ ദേവി സമ്പത് സന്തതിദായിനീം. ദേവി അനുഗ്രഹിച്ചാൽ, പ്രസാദിച്ചാൽ സമ്പത്തും സന്തതി പരമ്പരയും എല്ലാം ഉണ്ടാകുന്ന, എല്ലാറ്റിനെയും വർഷിക്കുന്ന ആ ദേവിയെ ഹൃദി, തൻ്റെ ഹൃദയത്തിൽ സദാ എല്ലായ്പ്പോഴും ഞാനിതാ ഭജിക്കുന്നു. ശ്രീ ഭദ്രകാളീം ഭജേ. ആറാമത്തെ ശ്ലോകം. ആനന്ദൈക തരംഗിണീം അമലഹൃത് നാളീക ഹംസീമണീം പീനോത്തുംഗ ഘനസ്തനാം ഘനലസത് പാട്ടീര പങ്കോജ്വലാം ക്ഷൗമാവീത നിതംബ ബിംബരശനാസ്യുത കൊണത് കിങ്കിണീം ഏണാംഗാംബുജ ഭാസുരാസ്യ നയനാം ശ്രീഭദ്രകാളീം ഭജേ. ആനന്ദൈക തരംഗിണീം. തൻ്റെ ഭക്തരുടെ മനസ്സിൽ ആനന്ദത്തിൻ്റെ തിരമാലകൾ ഇളക്കിവിടുന്ന, അതുപോലെ അമലഹൃദയന്മാരുടെ, ഋഷിമാരുടെ, യോഗിമാരുടെ ആ ഹൃദയത്തിൽ നാളീക ഹംസീമണിയും, ഒരു ഹംസത്തെ പോലെ നീന്തിത്തുടിക്കുന്നവൾ. അപ്പോൾ ഹൃദയശുദ്ധി ഉള്ളവരുടെ ഹൃദയത്തിൽ സദാ നീന്തിത്തുടിക്കുന്നവളാണ് ആ ദേവിയുടെ പീന ഉത്തുംഗ ഘനസ്തനാം. നല്ല തടിച്ചതും ഉയർന്നതുമായ സ്തനഭാഗങ്ങളിൽ ദേവി ഘനലസത്, നന്നായി തിളങ്ങുന്ന പാട്ടീര പങ്കം, അംഗരാഗങ്ങൾ, ചന്ദനം തുടങ്ങിയ നല്ല അംഗരാഗങ്ങൾ പുരട്ടിയിട്ട് ഉജ്ജ്വലമായ പ്രഭയമുണ്ട്, അതുപോലെ നല്ല സുഗന്ധവും പരത്തുന്നു. അതുപോലെ ദേവി തന്നെ നിതംബബിംബരശനാസ്യൂതം ക്ഷൗമാവീതം, നല്ല പട്ടുവസ്ത്രം തൻ്റെ ആ നിതംബ പ്രദേശത്ത് കെട്ടിയിട്ടുണ്ട്. അതിനു മുകളിലായിട്ട് നല്ലൊരു അരഞ്ഞാണവും കെട്ടിയിട്ടുണ്ട്. അതിനാൽ അതിൽ നിന്നുണ്ടാകുന്ന കുണത് കിങ്കിണിയും, ആ അരഞ്ഞാണത്തിന്റെ കിങ്കിണിനാദം. അതുപോലെ ദേവിയുടെ മുഖം ഏണാംഗംബുജം, ചന്ദ്രനെ പോലെ തിളക്കവും അംബുജം പോലെ, താമര പോലെ നല്ല ഒരു ഇളം ചുവന്ന നിറം, അങ്ങനെ ഭാസുരമായ ആസ്യനയനം, ആസ്യത്തോടും നയനത്തോടും കൂടിയിരിക്കുന്ന ശ്രീ ഭദ്രകാളീം ഭജേ. ഏഴാമത്തെ ശ്ലോകം. കാളാംഭോധ കളായ കോമള തനു ഛായാശിതീഭൂതിമത് സംഖ്യാനാന്തരിത സ്തനാന്തര ലസൻ മാലാകിലൻ മൗക്തികാം നാഭീകൂപ സരോജനാള വിലസത് ശാതോദരീശാപതീം ദൂരീകുറുവൈ ദേവി ഘോരദുരിതം ശ്രീഭദ്രകാളീം ഭജേ. കാളാംഭോധ കളായ കോമള തനു. കാളാംഭോധം എന്നാൽ കറുത്ത മേഘങ്ങൾ. ആ മേഘങ്ങൾക്ക് തുല്യമായ മനോഹരമായ ശരീരത്തോടു കൂടിയ, അതുപോലെ തന്നെ ദേവിയുടെ നിഴലും ഇതേപോലെ ആ നിറമുള്ളതാണ്. അപ്പോൾ നിഴലിന്റെ നിറവും ദേവിയുടെ ശരീരത്തിന്റെ നിറവും അതുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ശീതകിരണനായിരിക്കുന്ന, ഭക്തന്മാരുടെ ഹൃദയത്തിൽ തണുപ്പ് ഉണ്ടാക്കുന്ന ദേവിയുടെ ആ രൂപം. ഇനി ദേവിയുടെ നല്ല തടിച്ച സ്തനാന്തരങ്ങളിൽ, ആ സ്തനങ്ങളുടെ ഇടയിലുള്ള ആ സ്ഥലത്ത് വളരെയധികം ലസൻ മാലാകിലൻ മൗക്തികാം, നല്ല മുത്തുമാലകൾ അങ്ങനെ അണിഞ്ഞത് അതങ്ങനെ തിളങ്ങുന്നു. ഇനി ദേവിയുടെ നാഭി ഒരു ചുഴിയാണെന്ന് പറയുന്നു. നാഭീകൂപം, അതിൽ നിന്ന് സരോജനാളം, ഒരു താമരത്തണ്ടങ്ങനെ വിലസിച്ച് മുകളിലേക്ക് വന്ന്, അപ്പോൾ അത്രയും ഒതുങ്ങിയ അരക്കെട്ടും, ശാതോദരി ഈശാപതിയും, ഈശൻ പതിയായിരിക്കുന്ന ദേവി. അങ്ങനെയുള്ള അല്ലയോ ദേവി, ഘോര ദുരിതം ദൂരീകുരു, എൻ്റെ എല്ലാ ഘോര ദുരിതങ്ങളെയും ദൂരീകരിക്കൂ ഐ ദേവി, അല്ലയോ ദേവി. അങ്ങനെയുള്ള ശ്രീ ഭദ്രകാളീം ഭജേ. ഇനി മഹാദേവനെ ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ദേവിയെ വർണ്ണിക്കുന്നു. അങ്ങനെ ആലിംഗനം ചെയ്തതിനാൽ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആത്മീയസ്തന കുംഭ കുങ്കുമ രജ പങ്ക അരുണ അലങ്കൃത ശ്രീകണ്ഠ ഔരസ ഭൂതി ഭൂതിം അമരീ കോട്ടീര ഹീരായിതാം വീണാപാണി സനന്ദ നന്ദിത പദാം ഏണീ വിശാലക്ഷണാം
വേണീഹ്രീണിത കാളമേഘപടലീം ശ്രീഭദ്രകാളീം ഭജേ. മഹാദേവനെ ആലിംഗനം ചെയ്തപ്പോൾ ദേവിയുടെ, അതാണ് ആത്മീയം എന്നാൽ തൻ്റെ സ്തനകുംഭ കുങ്കുമ രജസ്, ദേവിയുടെ സ്തനങ്ങളിൽ പുരട്ടിയ നല്ല കുങ്കുമ നിറമുള്ള ആ സുഗന്ധ ലേപനങ്ങൾ, അതിൻ്റെ പങ്കം, ആ അഴുക്ക് എന്നല്ല, അത് ആ ലേപനം ശ്രീകണ്ഠ ഔരസഭൂതി അരുണാലങ്കൃതം, മഹാദേവന്റെ മാറിടത്തിന് അരുണാലങ്കൃതമായി തീർന്നു. ഇനി മഹാദേവന്റെ ശരീരത്തിൽ പുരട്ടിയ ഭൂതി, ആ ഭസ്മം ദേവിയുടെ അമരീകോട്ടീരഹിരായുധാം, ദേവിയുടെ കിരീടത്തിലും ആ മുടിയിഴകളിലും പറ്റിപ്പിടിച്ചു. അതുപോലെ ദേവി വീണാപാണിയായിരിക്കുന്ന നാരദനാൽ വന്ദിക്കപ്പെടുന്നവളാണ്. സനന്ദ നന്ദിതപദാം, സനകാദികളാൽ വന്ദിക്കപ്പെടുന്നു. അതുപോലെ ദേവിയുടെ ഏണീ വിശാല ഈക്ഷണാം, മാൻപേട പോലെ, മാനിന്റെ കണ്ണുകൾ പോലെ വിശാലമായ ഈക്ഷണത്തോടുകൂടിയ ദേവിയുടെ വേണി, ആ മുടിയിഴകൾ കാളമേഘപടലീം ഹ്രീണിതം, കാർമേഘ വർണ്ണത്തെ ലജ്ജിപ്പിക്കുന്ന അത്രയും നല്ല കറുത്തിരുണ്ട ദേവിയുടെ മുടിയിഴകൾ. ഇങ്ങനെയൊക്കെയുള്ള ആ ശ്രീഭദ്രകാളിയും ഭജേ, ദേവിയെ ഞാൻ ഭജിക്കുന്നു. ഇതാണ് 8 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ ഫലശ്രുതിയെക്കുറിച്ച് പറയുന്നു. ദേവീ പാദപയോജ പൂജനം ഇതി ശ്രീഭദ്രകാളി അഷ്ടകം. ദേവിയുടെ പാദാരവിന്ദങ്ങളെ വർണ്ണിക്കുന്ന ഈ ഭദ്രകാളി അഷ്ടകം പ്രാതപ്രഗേയ പഠൻ, രാവിലെ ശ്രദ്ധയോടുകൂടെ ആരിത് പഠിക്കുന്നുവോ അവന്റെ രോഗ ഔഘ അഘ ഘന അനിലായുധം, രോഗ ഔഘങ്ങൾ, രോഗമാകുന്ന ആ കൂട്ടം, അതുപോലെ അഘം പാപം, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാതരം രോഗങ്ങൾ, അസുഖങ്ങൾ, പ്രതിസന്ധികൾ, ഇതിൻ്റെയൊക്കെ ആ കൂട്ടത്തെ അനിലായുധം, അതിനെയെല്ലാം കാറ്റിൽ പറത്തുന്നത് പോലെ അങ്ങനെ ആയിത്തീരും. അതുപോലെ ശ്രേയഃ, കീർത്തി വരുന്നതാണ്. ശ്രീ ശിവകീർത്തി സമ്പദം അലം, ഭഗവാൻ മഹാദേവന്റെ കീർത്തിക്ക് തുല്യമായ ആ ശ്രേയസ്സിനെ പ്രാപിക്കുന്നു. ഒപ്പം മഹാദേവന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നു. അതുപോലെ സമ്പന്മയീം സംപ്രാപ്യ, എല്ലാ ഐശ്വര്യത്തെയും പ്രാപിച്ചിട്ട് ശ്രീദേവീം അനപായിനീം ഗതിം, പ്രാപിക്കാൻ പ്രയാസമുള്ള ആ മോക്ഷത്തെ പോലും പ്രാപിച്ചുകൊണ്ട് സഹായം സുഖീവർത്തതേ, ആ ഭക്തൻ സുഖമായിട്ട് വസിക്കുന്നു എന്ന ഫലശ്രുതിയാണ് ഭദ്രകാളി അഷ്ടകത്തിന് പറയുന്നത്. എല്ലാവർക്കും ഭദ്രകാളിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.